രചന നീന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മോളെ നന്ദി, എന്താ എൻ്റെ കുട്ടിയോടെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അത് ഒന്നുമില്ലമ്മേ. അത് കള്ളം, എന്തോ ഒന്നുണ്ട്. അലി തുള്ളിക്കളിച്ചടക്കുന്ന എൻ്റെ ചുന്ദരിയോടെ വന്നിരിക്കില്ലാലോ. അത് പറഞ്ഞുകൊണ്ട് അവരവളുടെ തലമുടിയിലൂടെ ഒന്ന് തഴുകി. അമ്മേ, അതുണ്ടല്ലോ, എനിക്ക് നമ്മുടെ വിശ്വാട്ടിനെ ഇഷ്ടമാണ്. പതിയെ ചിനിങ്ങിക്കൊണ്ട് അമ്മയോട് പറയുമ്പോൾ എന്താണ് അമ്മ പറയാൻ പോകുന്നതെന്ന ആകാംക്ഷ ആ കുഞ്ഞിക്കണ്ണുകളിൽ ഉണ്ടായിരുന്നു. മോളെ, അവൻ നിന്റെ ചേട്ടനല്ലേ, അപ്പൊ എങ്ങനെയാ? അമ്മയുടെ ആ വാക്കുകളിൽ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. അമ്മ, അത് അവളുടെ മുഖത്തും വാക്കുകളിലും സങ്കടം നിഴലിച്ചു. എൻ്റെ നന്ദമോളെ, ഇപ്പൊ പഠിച്ച് നല്ല ജോലി വാങ്ങിക്ക്. ജോലി കിട്ടിയ ശേഷം വിവാഹപ്രായമാകുമ്പോൾ എൻ്റെ കുട്ടിക്ക് അമ്മയും അച്ഛനും കൂടി രാജകുമാരനെ കണ്ടുപിടിച്ച് തരും. ഇപ്പൊ എൻ്റെ മോള് പോയി ചേച്ചിക്കുട്ടിയുടെ കൂടെ പോയിരുന്ന് കളിക്കുക കേട്ടോ. അവര് പോയതും അവളുടെ കുഞ്ഞിക്കണ്ണിൽ ചെറിയൊരു നീർനനവ് വന്നു. സമയം രാത്രിയായി. എല്ലാവരും അത്താഴം കഴിച്ച് ഉറങ്ങാനായി പോയി. ആ ഗീതു, നീ വന്നോ? എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ഇന്ന് മാനു വന്നപ്പോൾ പറഞ്ഞ. മാനു എന്ന പേര് കേട്ടപ്പോൾ അവരുടെ മുഖം ചെറുതായി ഒന്ന് മാറി. പക്ഷെ അവരത് പുറത്ത് കാണിച്ചില്ല. എന്താ ഏട്ടാ, പറഞ്ഞോളൂ. അതുണ്ടല്ലോ, നമ്മുടെ വിശ്വ, അവൻ പുറത്തേക്ക് വന്നു പഠിക്കാനും മറ്റുമായിട്ട്. ആണോ? നല്ല കാര്യം. എന്നാവും പോകുന്നത്? നാളെ പോകുന്നു. അവരേനെ വന്ന്. അതെന്തായാലും നന്നായി. കുട്ടികളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ. എന്തായാലും നമുക്ക് കിടക്കാം. നാളെ കുട്ടികളെ സ്കൂളിൽ വിടാൻ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ഇതും കൂടെ കഴിക്ക്. അതും പറഞ്ഞ് അവരവരുടെ പാത്രത്തിൽ ഒരു ഭൂരിയും കൂടെ വെച്ചു കൊടുത്തു. മതി അമ്മ. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങുക കേട്ടോ. വീടിന്റെ അരികത്ത് നിൽക്കുന്ന ഗീതയോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. നന്ദേ, ആറ് വിളിച്ചവും നടക്കുന്ന നിർത്തി അവൾ തിരിഞ്ഞു നോക്കി. 2 ആഴ്ചയും കൂടി കഴിഞ്ഞ മാളുവിന്റെ കല്യാണ. എന്നാൽ ലീവ് എടുക്കുന്നത്? അമ്മേ, 2 ആഴ്ച സമയമില്ല. ഞാൻ കല്യാണത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ ലീവ് എടുത്തോളാം. ഞാനിവിടെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. എല്ലാത്തിനും അവളുടെ കൂട്ടുകാരികളില്ലേ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പിള്ളേരുടെ കാര്യം കഷ്ടത്തിലാവും. അതും പറഞ്ഞ് തിരിച്ചൊരു മറുപടി ലഭിക്കുന്നതിന് മുന്നേ അവൾ നടന്നു തുടങ്ങിയിരുന്നു. ഇനി ഇവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് സ്വർഗ കുടുംബം എന്നും പറഞ്ഞ് ഭൂമിയിലെ ഏറ്റവും സ്വർഗമായ കുടുംബം ഇതല്ല കേട്ടോ. കുടുംബത്തിന്റെ പേരാണ് സ്വർഗം. അവിടുത്തെ കുടുംബനാഥനാണ് മണികണ്ഠൻ, ഭാര്യ ഗീതാഞ്ജലി. ഇവർക്ക് 2 മക്കൾ. ആദ്യത്തെ മകൾ മാളവിക മണികണ്ഠൻ. ആളിപ്പോൾ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ലീവിലാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞ് അവളുടെ കല്യാണമാണ്. ഒരു പക്ക അറേഞ്ച് മാരേജ് ആണ്. രണ്ടാമത്തെ ആൾ നന്ദന മണികണ്ഠൻ. ആളൊരു UP ടീച്ചറാണ്. ആരോടും അധികം സംസാരിക്കില്ല. എല്ലാം ഒരു ചിരിയിൽ ഒതുക്കുന്നവൾ. അവളാണ് നമ്മുടെ കഥാനായിക. പിന്നെ ഒരാൾ കൂടിയുണ്ട്, വിനോദ് കുമാർ. നന്ദനയുടെയും മാളവിയുടെയും ചിറ്റപ്പൻ. അതോ ആ മണികണ്ഠന്റെ സഹോദരൻ. ആള് വിവാഹം കഴിച്ചിട്ടില്ല. എന്റെ അവസ്ഥയൊന്ന് നോക്കണേ. ഈ അടുക്കളയിൽ നിന്ന് ജീവിതം കളയാൻ എന്റെ വിധി. ഒരു മകളുണ്ട്, കൃത്യമായിട്ട് പഠിക്കാനും പോയില്ല. സപ്ലികൾ വാരിക്കൂട്ടി നടക്കുന്നു. അവളേക്കാൾ ഇളയ കുട്ടികൾക്ക് നല്ല ജോലിയുണ്ട്. പിന്നെ ഒരു മോനുണ്ട്. അവൻ ചത്തോ ജീവനോടെ ഉണ്ടോന്ന് അറിയില്ല. വല്ല നാട്ടിലും പോയി കിടക്കുക. എപ്പോഴെങ്കിലും തോന്നിയാ വിളിക്കും. ഇപ്പൊ ആ വിളിയുമില്ല. അമ്മയും നിർത്തുന്നുണ്ടോ? അമ്മ ഈ ചെറിയ കുട്ടിയെന്ന് ഉദ്ദേശിച്ച ആ നന്ദനയല്ലേ? എന്തിനാ അവളെ എന്നുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? അവൾ അവർക്ക് നേരെ ദേഷ്യത്തിൽ ചോദിച്ചു. എടി, നീ എന്തിനാ എന്നോട് ചാടുന്നു? ഞാൻ സത്യല്ലേ പറഞ്ഞ് ആ കൊച്ചിനെ കണ്ടു പഠിക്കണം. നിന്നൊക്കെ എന്തിനു കൊള്ളാം? അമ്മേ! അവളുടെ ശബ്ദം കൂടി. ഒന്ന് നിർത്തുന്നുണ്ടോ? 2 എണ്ണോ രാവിലെ തുടങ്ങും. നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഗൗരി, നിനക്ക് കോളേജില്ലേ? അവള് പോവാൻ നോക്ക്. പിന്നെ നിന്നോട്, നിനക്ക് അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ലേ? അത് ചെയ്യാൻ നോക്ക്. അത് കേട്ട് ഗൗരി ചാടിത്തുള്ളി അവിടുന്ന് പോകുന്നു. രുക്കു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ അവളോട് ഇങ്ങനെ വഴക്കിടുന്നത്? എന്റെ ഏട്ടാ, അവൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുക? കോളേജിൽ പോയില്ല, പോയോട്ട് പഠിക്കുകയില്ല. പിന്നെയുള്ളൊരു മകനാ. അവൻ എവിടെയാ എന്താ ഒന്നും അറിയില്ല. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ, അത് വിട്. നമുക്കിന്ന് മണിയണ്ണന്റെ വീട്ടിൽ പോവാം. 2 ആഴ്ച കൂടെ കഴിഞ്ഞാ കോച്ചിന്റെ കല്യാണല്ലേ. നമുക്കിന്ന് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അത് ശരിയാ, അത് ശരിയാ. അതാവുമ്പോ നന്ദമോളെ കൂടെ കാണാം. നന്നായെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം ഒന്നുകൂടെ വിടർന്നു. ആ, എല്ലാവരെയും കാണാം. ഇപ്പൊ അവനും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കല്യാണത്തിന് ഓടി നടക്കേണ്ടതായിരുന്നു. അത് പറയുമ്പോൾ അവരുടെ ദുഃഖം മാറിയിരുന്നു. അവൻ വരും, നീ സങ്കടപ്പെടാണ്ടിരിക്കുക. ഇനി ഇവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് മുല്ലക്കാട് വീട്. ഇവിടുത്തെ കുടുംബനാഥനാണ് മാനവ് മോഹൻ, ഭാര്യ രുക്മിണി, 2 മക്കൾ. ആദ്യത്തെ ആൾ വിശ്വ മാനവ്, നാട്ടിലില്ല, പുറത്താണ്. രണ്ടാമത്തെ ആൾ ഗൗരി മാനവ്, ആൾ കോളേജിൽ പഠിപ്പിക്കുന്നു. സപ്ലിക്ക് മുകളിൽ സപ്ലിയാണ്. ആ, ടീച്ചർ നേരത്തെ വന്നോ? സഹപാഠിയായ കവിത ടീച്ചറായെന്ന് ചോദിച്ചു. ആ, ഇന്ന് ബസ് നേരത്തെ വന്നു. അല്ല ടീച്ചറെ, ചേച്ചിയുടെ കല്യാണമല്ലേ? ആ, 2 ആഴ്ച കഴിഞ്ഞ്. അവളൊരു ചിരിയോട് അവർക്ക് മറുപടി നൽകി. ടീച്ചർ നോക്കുന്നുണ്ടോ കല്യാണം? എനിക്ക് ക്ലാസ്സിൽ പോകണം. ശരിയെന്നാ. അത് പറഞ്ഞ് അവളോടൊന്ന് പോയി. ഓ, അത് കൊള്ളാലോ. കല്യാണക്കാരും ചോദിച്ചതിനാണോ ഈ പെണ്ണിങ്ങനെ പോയത്? അവളൊരു ഇഷ്ടക്കേടോടുകൂടി പറഞ്ഞു. നന്ദ ക്ലാസ്സിൽ കയറിയപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും നന്ദയെ ഭയങ്കര കാര്യമാണ്.
അവൾ പറയുന്നെല്ലാം എല്ലാവരും അനുസരിക്കുമായിരുന്നു. മക്കളെ, ഇന്നലെ പഠിപ്പിച്ചെടുത്ത് വെച്ച് ഒന്നുകൂടെ നോക്ക്. അത് കഴിഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് പോവാം. നന്ദ അങ്ങനെ പറഞ്ഞു. എല്ലാവരും അത് പ്രതീക്ഷിച്ചെന്ന പോലെ നിന്നു. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത്. നീ എപ്പോഴും ഇങ്ങോട്ട്? അത് പറയാൻ പറ്റില്ല. അവന്റെ സംസാരത്തിൽ എന്തോ ഉള്ള പോലെ ആൽവിന് തോന്നി. ഞാനൊരു 5 മിനിറ്റ് അതിനുള്ളിൽ ഇറങ്ങും. നിന്നെ പെങ്ങളുടെ വിവാഹമായതുകൊണ്ടാണോ നീ പോകാൻ തീരുമാനിച്ചത്? ആൽവിനൊരു സംശയ രൂപത്തിൽ ചോദിച്ചു. പെങ്ങൾ? അവനൊന്ന് പുച്ഛിച്ചു. ഞാൻ ചോദിച്ചു കേട്ടില്ല വിശ്വ നീ? ആൽവിൻ പിന്നെയും വിശ്വയോട് ചോദിച്ചു. എനിക്കതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ തരാൻ കഴിയില്ല. എനിക്കിപ്പോൾ അവിടെ പോയേ കഴിയും. എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അതും പറഞ്ഞ് വിശ്വയോടൊന്ന് പോകുന്നു. ഇവനിതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഓർത്തിരിക്കുകയാണ് ആൽവിൻ. ടീച്ചറൊന്ന് അവിടെ നിന്നേ, രാവിലെ അമ്മയുടെ എന്തെല്ലാം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. മാളു നന്ദയോട് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ നിന്നോടാ ചോദിച്ചത്. പറഞ്ഞു. അതിന് എപ്പോഴും ഞാൻ നിന്നെ മാറ്റി നിർത്തിയത്? എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, മാറിക്ക്. നന്ദയുടെ വാക്കിൽ ദേഷ്യം കലർന്നിരുന്നു. അങ്ങനെ ഞാൻ മാറിയില്ല, നീ സംസാരിച്ചിട്ട് പോയാൽ മതി. അത് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയെ അന്വായിരുന്നു. അല്ലെങ്കിൽ നീ ഒരു അനിയത്തിയാണോ? ചേച്ചിയുടെ ഇച്ചിരി സ്നേഹമുണ്ടോ നിനക്ക്? രാധികയായിരുന്നു ചോദിച്ച്. നന്ദയൊന്നും മിണ്ടിയില്ല. ഇല്ല, എനിക്ക് സ്നേഹമില്ല. എന്നാൽ ചേച്ചിമാരെല്ലാവരും കൂടി എൻ്റെ സ്നേഹം കൂടി അവൾക്ക് കൊടുക്ക്. നീ എന്തിനാടി അവളുടെ മുഖത്തേറാൻ നിൽക്കുന്നത്? അവളുമാർ പറയും സത്യമല്ലേ? ഇന്നേ അവർ നിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പറയുന്നതാണ് കുറ്റം. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നിനക്ക് പകരം വേറെ ആരെങ്കിലും മതിയായിരുന്നു എന്ന്. മാളവി അത്രയും പറഞ്ഞപ്പോൾ നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറാമോ? അത് പറയുമ്പോൾ നന്ദയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി അടന്നു വീണിരുന്നു. നന്ദ അകത്തേക്ക് പോയി. അവളോട് പറഞ്ഞ കുറച്ച് കൂടിപ്പോയില്ലേ? മാളവികയായിരുന്നു. പിന്നെ അവൾക്കിതൊന്നും കിട്ടിയാൽ പോരാ, നീ വാ. രാധികയായിരുന്നു. അതും പറഞ്ഞ് അവരവളെ കൂട്ടി അകത്തേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മാനവ് രുക്മിണി വരുന്നത്. എല്ലാവരും ഉണ്ടല്ലോ. മാനവായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. അല്ല, നന്ദമോളെവിടെ? അവളെ മാത്രം കണ്ടില്ലല്ലോ. വന്നപ്പോൾ തന്നെ രുക്മിണി ആദ്യം നോക്കിയ മുഖം കാണാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ. അവൾക്ക് തലവേദനയാണെന്നും പറഞ്ഞ് അകത്ത് റൂം അടച്ചിരിക്കുന്നുണ്ട്. ഒരു ഇഷ്ടക്കേടോടുകൂടി ഗീതയായിരുന്നു പറഞ്ഞത്. ആണോ? എന്നാ മോള് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ നന്ദയെ മാളവിയുടെ കൂട്ടുകാർ പറ്റുന്ന പോലെയെല്ലാം അവൾ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കല്യാണത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ, മനേട്ട അവന്റെ കാര്യം കല്യാണത്തിനെങ്കിലും ഉണ്ടാവുമോ? എനിക്കറിയില്ല രുക്കു, പക്ഷേ എനിക്കറിയാം കേട്ടോ. വാതിലടുത്തുള്ള ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കണ്ണാ? അവരവന്റെ അടുത്തേക്ക് പാഞ്ഞെന്ന് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അമ്മ ഞാൻ വന്നില്ലേ, പിന്നെ ഇതിനൊക്കെ അറിയുന്നത്? ഒരടി അന്നാലുണ്ടല്ലോ. എത്രയായടാ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. വന്നേക്കുന്നു. അവൻ ദയനീയ ഭാവത്തിൽ മാനവിനെ നോക്കി. എല്ലാം നീ അനുഭവിച്ചോ എന്നൊരു ഭാവമായിരുന്നു അവിടെ. അമ്മ ഞാൻ വന്നല്ലേ ഉള്ളൂ, ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി കേട്ടോളാം എന്നും പറഞ്ഞ് അവനവിടുന്ന് ഓടി. കണ്ടിരുന്ന അവരുടെ മൊത്തം ചിരി വിരിഞ്ഞു. പിന്നെയും ദിവസങ്ങൾ ആരെയും കാത്തിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വിശ്വ നാട്ടിൽ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു. അങ്ങനെ കല്യാണ ദിവസം വന്നു. ഇന്നാണ് കല്യാണം. കല്യാണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു, കുടുംബക്കാരും നാട്ടുകാരും. അങ്ങനെ എല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. മുഹൂർത്തെടുക്കാനായിട്ട് ചെറുക്കൻ വീട്ടുകാരെ കാണാതെ വന്നപ്പോൾ മണിയണ്ണൻ അവരുടെ ഫോൺ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ചെറുക്കൻ രാവിലെ മുതൽ മിസ്സിംഗ് ആണെന്ന്. എവിടെ പോയെന്ന് അവർക്ക് അറിയില്ലെന്ന്. ഈ കാര്യം ചെന്ന് ഗീതയോട് പറഞ്ഞപ്പോൾ അവർ കരച്ചിൽ തുടങ്ങി. പിന്നെ കുടുംബത്തിലുള്ളവരെല്ലാവരും അറിയാൻ തുടങ്ങി. പെട്ടെന്ന് ഗീത എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ മണികണ്ഠനെയും കൂട്ടി മാനവിന്റെയും രുക്മിണിയുടെ അടുത്തേക്ക് പോയി. നിങ്ങളുടെ മോന് എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പറ്റൂ? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഒന്ന് പറയൂ. എൻ്റെ കൊച്ചിൻ്റെ ജീവിതം കളയരുത്. അവരതും പറഞ്ഞ് കൈകൾ കൂപ്പിന്ന് കരയാൻ തുടങ്ങി. എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ ആദ്യം കരച്ചിലും നിർത്ത്, ഞാൻ അവരോട് സംസാരിക്കാം. മാനോ അതും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വിശ്വ കല്യാണത്തിന് സമ്മതിച്ചു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അവൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ആരും വിചാരിച്ചില്ലായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ മാളവികരിക്കുമ്പോൾ നന്ദനയെ നോക്കി. അവളുടെ മുഖത്തൊരു വിജയശ്ശേരി ഉണ്ടായിരുന്നു. മുഹൂർത്തായി, താലിയിട്ടിക്കോളൂ തിരുമേനി പറഞ്ഞ് താലി അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ താലിയാണ് ഇപ്പുറത്ത് അവിടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ താലി എടുത്തുകൊണ്ട് നന്ദനയുടെ കഴുത്തിൽ കെട്ടി. എല്ലാവരും അവരെ നോക്കി നിന്നും അവൻ അവളുടെ സീമന്തരേഖ ചോപ്പിച്ചു. ഇതെല്ലാം കണ്ടിരുന്ന ഗീത പാഞ്ഞു വന്ന് അവളെ അവനിൽ നിന്ന് വലിച്ചു മാറ്റി നിർത്തി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവിളിനെ നനയിച്ചു പേയിച്ചു. എന്താടി നീ കാണിച്ച്? എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിക്കുവാണ് നീ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടാവാം. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനിവിടെ ആരാ നിങ്ങൾക്കറിയില്ലേ? കുറച്ചു മുമ്പ് ഒരു ആരുമില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ എന്റെ ഭാര്യ നന്ദന വിശ്വമാനാവും. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആരെക്കാളും അധികാര അവകാശം എനിക്ക് തന്നെയാ. പിന്നെ നിങ്ങളിപ്പോ ഇവിടെ അടിച്ചത് ഞാനിപ്പോ അങ്ങ് വിട്ടു എന്നും പറഞ്ഞ് ഇനിയെങ്ങാനും നിങ്ങളുടെ വിരൽ തുമ്പോലും ഇവിടെ ദേഹത്തുകൊണ്ടാ
പിന്നെ ഞാൻ ആരാണ് നിങ്ങൾ അറിയും എന്നും പറഞ്ഞ് അവൻ നേരെ അവൾക്ക് അഭിമുഖമായി നിന്നു. അപ്പൊ എങ്ങനെയാ ഭാര്യ പോവല്ലേ? അച്ഛാ ഞങ്ങൾ വീട്ടിൽ കാണും കേട്ടോ, നിങ്ങൾ വന്നേക്ക്. അതും പറഞ്ഞ് അവനവിടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ കാറിൽ കയറിയ തൊട്ട് നിമിഷം തന്നെ ആ കാർ അവിടുന്ന് മുന്നോട്ട് നീങ്ങി. ആ കാറിൽ കൊച്ചു വീണുമ്പിൽ വന്ന് നിന്നു. ചെടികളാൽ പച്ചപ്പ് വിരിഞ്ഞ ഒരു കുട്ടി വീട്. അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവളെ ഇറക്കി. എങ്ങനെയാണ് വീട് കൊള്ളാവോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനെങ്ങനെ നോക്കുന്നത്? അവളൊന്നും തന്നെ മിണ്ടിയില്ല. അവന്റെ മുഖത്ത് നോക്കി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴേക്ക് നിറഞ്ഞിരുന്നു. എന്തിനാ കരയുന്നത്? അമ്മ തല്ലിയോണ്ടാണോ? അവനെ ചോദ്യം പോലെ ചോദിച്ചു. അവളല്ല എന്ന് തലയാട്ടി. പിന്നെന്താ? ഒരു പുരികം പൊക്കി അവൻ പിന്നെയും ചോദിച്ചു. പെട്ടെന്ന് അവൾ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. എത്ര ശക്തമായി ഇറുകെ പുണരാമോ അത്രയും ശക്തമായി അവൻ കുറച്ചു നേരം അവളെ അവളുടെ പ്രവൃത്തിയായി നോക്കി നിന്നു. നന്ദുട്ടി. അവന്റെ ആ വിളി കൂടെ കേട്ടതും അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നു. എന്നും പറഞ്ഞ് അവളുടെ തല പിടിച്ച് അവൻ ഉയർത്തി. നമുക്ക് ഈ കരച്ചിൽ വേണ്ട കേട്ടോ, ഈ കരച്ചിൽ ശരിയാവില്ല എന്നും പറഞ്ഞ് വിശ്വ നന്ദയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. ഇവിടെ ഇരിക്കും, എന്നിട്ട് പറയും ശേഷം. ആളോ അവനെ നോക്കി. നോക്കിയൊന്നും വേണ്ട. ഒരു ദിവസം ഒരു 8 വയസ്സുകാരി എന്നോട് പറഞ്ഞു, വിശ്വേട്ട എനിക്ക് ഏണ്ണ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കെട്ടുവാണെങ്കിൽ വിശ്വേട്ടനെ മാത്രമേ കെട്ടു എന്ന്. അന്ന് വെറും കളിതമാശയായിട്ട് കണ്ട ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി കാത്തിരിക്കാം, ഞാൻ എത്ര വൈകിയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവൾ പറയാ, ഞാൻ എത്ര തവണ വേണമെങ്കിലും കാത്തിരിക്കാമെന്ന്. അങ്ങനെ എല്ലാവരുടെയും നന്ദ എന്നെ നന്ദൂട്ടിയായി, ഞാൻ അവിടെ മാത്രം വിശ്വമായി. വിശ്വ അത് പറഞ്ഞു കഴിഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഞാൻ എത്ര കാത്തിരുന്നു എന്നറിയോ? അവളത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തെ സങ്കടവും പരിഭവവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ നന്ദൂട്ടി എനിക്ക് കാത്തിരിപ്പിക്കണമെന്ന് കരുതിയ ഞാൻ പെട്ടെന്ന് വന്ന്. അപ്പൊ ചേച്ചിയോ? അവളുടെ മുഖം പെട്ടെന്ന് മാറി. എന്റെ നന്ദൂട്ടി എല്ലാവരുടെ കൂട്ടുകാരികളുടെ പ്ലാനാണ്. എന്നെ കൊണ്ട് അവളെ കെട്ടിക്കാൻ വേണ്ടിയാ അവർ കറക്റ്റ് സമയം തന്നെ ചെറുക്കനെ മാറ്റിയത്. അപ്പൊ ചേച്ചിക്ക് അറിയോ ഇത്? അതെനിക്കറിയില്ല എന്നും പറഞ്ഞ് അവൾ നോക്കി അവൻ ചിരിച്ചു. എന്നെ കളിയാക്കുക അല്ലേ? ഞാൻ എന്റെ നന്ദൂട്ടിയെ കളിയാക്കുക. അപ്പോൾ അവന്റെ ഫോൺ അടിച്ചു. എടി അച്ഛനോ? ഹലോ എടാ, എന്റെ കോച്ചിനെ കൊണ്ട് വീട്ടിൽ വാടാ. ഇങ്ങനെ കൊണ്ടുവന്നേ ഫോൺ എന്നും പറഞ്ഞ് മാനവ രുക്മിണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എടാ ചെറുക്ക, ലാസ്റ്റ് നീ നന്ദനെ തന്നെ സ്വന്താക്കിയല്ലേ? ഞാൻ അവിടെ വീട്ടിൽ പറഞ്ഞു നോക്കി, അവിടെ അമ്മ അമ്പിന് വില്ലിന് അടിക്കുന്നില്ല. പിന്നെ ഞങ്ങളൊന്നും പറയാൻ നിന്നില്ല, ഞങ്ങളിങ്ങ് പോന്നു. എന്തായാലും നിന്റെ അമ്മയും അനിയത്തിയും സന്തോഷത്തിലാ. എന്തായാലും കൊച്ചിനെ കൊണ്ട് നീ വേഗം വാ എന്ന് പറഞ്ഞ് കോള് കട്ടായി. അപ്പൊ എങ്ങനെയാ ഭാര്യ, നമുക്കങ്ങ് നീങ്ങിയാലോ? ആ ഒരു സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ. വിച്ചുവേട്ടന്റെ സ്വന്തം നന്ദൂട്ടിയായി.